സോ വെൽക്കം ടു ട്യൂസ്ഡേ. സോ രാവിലെ ലണ്ടൻ സെഷൻ നമുക്കുണ്ട്. സോ ട്രേഡ്സ് വല്ലതും ട്രേഡ് ഐഡിയ വല്ലതും കിട്ടുമോ, നല്ല ട്രേഡ് സെറ്റപ്പ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ഒരു ട്രേഡ് എടുക്കണം. ആൻഡ് ആസ് യു നോ, 2 ട്രേഡ് എനിക്ക് അലൗഡ് ഉള്ളൂ ഒരു ദിവസം. ലണ്ടനിലൊന്നും ന്യൂയോർക്കിലൊന്നും, അല്ലെങ്കിൽ ന്യൂയോർക്കിൽ 2 ലണ്ടൻ കിട്ടിയിലേക്ക്. സോ നോക്കണം ട്രേഡ്സ് ഐഡിയാസ് വല്ലതും ഉണ്ടോ എന്ന്. ആൻഡ് നമ്മുടെ മെയിൻ അക്കൗണ്ടിൻ്റെ അകത്ത് ഇതുവരെ ക്രെഡൻഷ്യൽസ് കിട്ടിയിട്ടില്ല. സോ ഇപ്പോഴും പഴയ അക്കൗണ്ട്, എൻ്റെ ഫസ്റ്റ് അക്കൗണ്ടിനകത്തായിരിക്കും ഞാൻ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഞാൻ കോമ്പറ്റീഷൻ അക്കൗണ്ടിനകത്തും ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നല്ല ട്രേഡ്സ് കിട്ടുമെന്ന് നോക്കാം. രാവിലത്തെ ലണ്ടൻ ട്രേഡ് അങ്ങ് കുളമായി. സോ ഇനി ന്യൂയോർക്കിൽ മാത്രമേ ഉള്ളൂ. സീ ഹൗ ക്രൈസി ദ മാർക്കറ്റ് ഈസ്. സോ നമ്മൾ ആദ്യത്തെ നമ്മുടെ മെയിൻ അക്കൗണ്ടിനകത്ത് എടുത്ത ട്രേഡ് ഇവിടെയാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തോട്ട് എൻട്രി വെച്ചിട്ട് പ്രൈസ് നമ്മൾ 1:3 RR പ്രൊജക്റ്റ് ചെയ്ത്, അതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ എൻട്രി. പക്ഷെ നമ്മളെ ഇറക്കി വിട്ടതിന് ശേഷം ആ 4 o'clock ക്യാൻഡിൽ നമ്മളെ ഇറക്കി വിട്ടു ഇവിടെ. അതിന് ശേഷം പ്രൈസ് ഡെലിവറി ചെയ്തു. അതൊരു കുറച്ച് ടിക്കിന് വേണ്ടി മാത്രം. ഞാനെന്നാൽ ഈ ലോയിൽ വെക്കണ്ടല്ലോ, ഇവിടെ അടിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങോട്ട് ഇറക്കി വെച്ചതാണ്. എന്നിട്ട് അതിനനുസരിച്ചൊരു പൊസിഷൻ സൈസിങ് ആണ് ചെയ്തെങ്കിൽ പോലും പ്രൈസ് നമുക്ക് തന്നില്ല. നേരെ നമ്മളെ ഇറക്കിയിട്ട് പ്രൈസ് ഡെലിവറി ചെയ്യണം. എനിക്ക് ലണ്ടൻ കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ഇത് ഞാൻ അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടില്ല ലണ്ടനകത്ത്. എനിക്കൊന്ന് ന്യൂയോർക്ക് എനിക്ക് കുറച്ചുകൂടെ വിൻ റേറ്റ്സ് ഉണ്ട് കമ്പയർ ടു ലണ്ടൻ. സോ പഠിക്കണം. ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കില്ല. ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു ചോയ്സ് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് ഓവർ ട്രേഡിങ് അല്ലെങ്കിൽ റിവെഞ്ച് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് പോയി. സോ ഇറ്റ്സ് സോ യൂസ്ഫുൾ. നിങ്ങൾക്കത് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് വർക്ക്സ്. സോ ഇനി ന്യൂയോർക്ക് സെഷനിൽ മാത്രമേ ട്രേഡ് ഉള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ജസ്റ്റ് വരച്ചിട്ടിട്ടുണ്ട്, എങ്ങോട്ട് പോകും നോക്കണം. സോ ആ ട്രേഡ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആസ് യു ക്യാൻ സി ഇവിടെ ഒരു $418 പ്രോഫിറ്റ് ഉണ്ട്. ഇത് എൻ്റെ ചലഞ്ച് അക്കൗണ്ടാണ്, കോമ്പറ്റീഷൻ അക്കൗണ്ടാണ്. സോ അതിനകത്താണ് ഇപ്പോൾ രാവിലത്തെ ഈ ട്രേഡ് വർക്കൗട്ട് ആയത്. നമ്മുടെ ആദ്യം ലണ്ടനിൽ എടുത്ത ട്രേഡ് ആക്ച്വലി വർക്കൗട്ടായി. സോ ഇതായിരുന്നു ആ ഒരു ട്രേഡ്. സോ ആസ് യു ക്യാൻ സി നമ്മൾ ഇറക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. സോ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. രണ്ടാമതെടുത്ത എൻട്രിയിൽ എടുത്താൽ മതിയായിരുന്നു. 3 o'clock ആയപ്പോൾ ആ പ്രൈസ് ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങി. സോ 1 hour ഡിലേ ഉണ്ടായിരുന്നു 4 hour ക്യാൻഡിൽ പുതിയ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് പ്രൈസ് മൂവ്മെൻറ്റിന്. ഇത് കുറച്ചുകൂടെ എനിക്ക് പഠിക്കണം, കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ടെറസിൻ്റെ മണ്ടയിലാണ് ഞാൻ മിക്ക സമയത്തും വന്നിരിക്കാറ്. ഇടയ്ക്ക് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വന്നിരിക്കും, മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാൻ. അല്ലെങ്കിൽ ലോസ് അടിച്ച് കഴിഞ്ഞാൽ രാത്രി നേരെ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് ആ ഒരു വിഷമം എന്നോട് തന്നെ പറഞ്ഞു തീർക്കും. സോ ദാറ്റ്സ് ഹൗ ഐ ഡീൽ വിത്ത് ഇറ്റ്. പലരും പല രീതിയിലായിരിക്കും. നിങ്ങളെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ ട്രേഡിംഗ് ജേർണിയുടെ ഒരു പാർട്ടായിട്ട് നിങ്ങളോടുണ്ടെങ്കിൽ ഐ ബി റിയലി ഹാപ്പി. സോ ന്യൂയോർക്കിന് ടൈം ആയിട്ടുണ്ട്, 6 മണിയായി. സോ 8:30 ഓപ്പണിന് ശേഷമാണ് ഞാൻ കയറുന്നത്. സോ ഇപ്പോൾ നമുക്കൊരു 15 minute ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തോട്ട് പ്രൈസ് വന്നപ്പോഴത്തേന് അവിടെ നിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ട്. പ്രൈസ് നല്ല ബുള്ളിഷാണ് ഇപ്പം. സോ ഇനിയും പുഷ് ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സിൽവറിനകത്ത് ഇവിടെ നിന്ന് ഒരു SMT ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ലോ എടുത്തിട്ടില്ല, അതുകൊണ്ട് അവിടെ നിന്ന് ഒരു SMT നിൽക്കുന്നുണ്ട്. സോ ദാറ്റ്സ് മൈ കറൻറ്റ് ബയസ്. സോ അത് നമ്മുടെ SL അടിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ സംഭവിക്കും. ഇപ്പോൾ ഒരു ലൂസിങ് സ്ട്രീക്കില്ല. എനിക്കൊന്ന് വെള്ളിയാഴ്ചത്തെ ഒരു ബാഡ് ഡിസിഷൻ തൊട്ട് തുടങ്ങിയതാണ് ഈ ലൂസിങ് സ്ട്രീക്ക്.
അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെയും നമ്മുടെ മിസ്റ്റേക്ക് തന്നെയായിരുന്നു. സോ മാർക്കറ്റിനെ ബ്ലെയിം ചെയ്തിട്ടൊന്നും കാര്യമില്ല. 15 മിനിറ്റിൻ്റെ ഈ ക്യാൻഡിൽ ക്ലോഷർ കാണാതെ അതിനകത്ത് എൻട്രി എടുത്തു. ഞാൻ ഓൾസോ നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് നിന്ന മാർക്കറ്റായിരുന്നു. സോ ഒരു റീട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു, അത് ചെയ്തില്ല. സോ മാർക്കറ്റ് നമ്മളെ അകത്തുനിന്ന് ഇറക്കി വിട്ടു. കുറച്ചൊന്ന് മൂവ് ചെയ്തപ്പോൾ ഞാൻ ഓർത്താ ഇവിടെ വരുമ്പോൾ ഇറങ്ങാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു, ഫസ്റ്റ് പാർട്ടിൽ ഇറക്കാം എന്നോർത്തിരിക്കുമായിരുന്നു. പക്ഷേ അവിടെ വരെ പോയില്ല. സോ പ്രൈസ് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് താഴോട്ട് വന്നു. എന്നിട്ട് വീണ്ടും അത് മേളിലേക്ക് പോയി. എന്നിട്ട് പിന്നെയും താഴോട്ട് വന്നു. ഇവിടെ ഒരു 1 അവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ മിസ്സായി. സോ അങ്ങനെ ആ ട്രേഡ് ക്ലോസ് ആയി. സോ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമത്തിൽ ഇരിക്കുമ്പോഴത്തേനാണ് നമ്മുടെ ഫണ്ടിങ് ഫേം അവരെ ഒരു 5K അക്കൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഫ്രീ ആയിട്ട് തന്നത് എനിക്കൊന്ന് ഈ മൈഗ്രേഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് നാൾ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. അവർ ഒരു 5K അക്കൗണ്ട് കുറേ പേർക്ക് എലിജിബിൾ ആയിട്ടുള്ള കുറേ പേർക്ക് അത് ഫ്രീ ആയിട്ട് കൊടുത്തു. സോ എനിക്കും കിട്ടി. സോ ഐ എം ഹാപ്പി ഓൺ ദാറ്റ്. സോ എനിവേ അങ്ങനെ ട്യൂസ്ഡേ 2 ലോസായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുവാണ്. ഇനി ട്രേഡ്സ് ഒന്നുമില്ല. 2 ലോസ് ഒരു ദിവസം എടുത്താൽ പിന്നെ നമുക്ക് ആ ദിവസം ട്രേഡ്സ് ഒന്നുമില്ല. സോ ഐ എം ഡൺ. ഇനി നാളെ നോക്കണം. നാളെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. എനിക്ക് കുറച്ചുകൂടെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് ട്രേഡ് എടുക്കാൻ എനിക്ക് പറ്റണം. ആൻഡ് ഈ ലൂസിങ് സ്ട്രീക്ക് അല്ലെങ്കിൽ ലൂസിങ് കേഴ്സ് എനിക്ക് ബ്രേക്ക് ചെയ്യണം. സോ ലെറ്റ്സ് സീ ഇഫ് വി ക്യാൻ ബ്രേക്ക് ഇറ്റ് ടുമോറോ.